ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ 1571 ഒരു സൈന്യത്തെ ശേഖരിച്ചു. സെയിൻ, സൈപ്രസ്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം. അതിന് വിശുദ്ധ ലീഗ് എന്ന് പേരിട്ടു. യുദ്ധം ജയിക്കുക എളുപ്പമല്ലെന്ന് കണ്ട മാർപ്പാപ്പ എല്ലാവരോടും ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അതോടെ ലപ്പാൻഡോ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ ഓട്ടോമാൻ സുൽത്താന്റെ സൈന്യത്തെ പാപ്പായുടെ സൈന്യം തോൽപ്പിച്ചു. ആ വിജയം ആഘോഷിക്കാനായി മാർപ്പാപ്പ സ്ഥാപിച്ച തിരുനാളാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ. വിജയത്തിന്റെ നാഥയുടെ തിരുനാൾ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്, ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് വിക്ടറി. എന്നാൽ ആ പ്രഖ്യാപനത്തിന് മുമ്പും സഭയിൽ പലയിടങ്ങളിലും ഈ തിരുനാൾ നിലനിന്നിരുന്നു. ഉദാഹരണമായി അൽബിജൻസിയൻസ് എന്നറിയപ്പെട്ടിരുന്നവർക്കെതിരെയുള്ള കത്തോലിക്കരുടെ വിജയം ആഘോഷിക്കാൻ 1213 സെപ്റ്റംബർ വിജയനാഥയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്നു. എന്നാൽ പാപ്പായുടെ പ്രഖ്യാപനത്തോടെ ഈ തിരുനാൾ സാർവത്രികമായി. 1573 ഗ്രിഗറി 13 മാർപ്പാപ്പ വിജയഗാഥയുടെ തിരുനാൾ എന്ന പേര് മാറ്റി പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ എന്നാക്കി, ദ ഫീസ്റ്റ് ഓഫ് ദ ഹോളി റോസറി. ലിയോ 13 അതിനെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ എന്നാക്കി, ക്വീൻ ഓഫ് ദ മോസ്റ്റ് ഹോളി റോസറി. താൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ സഭയ്ക്കും കിട്ടാനായി സ്ലീഹന്മാരുടെ ഇടയിലിരുന്ന് പ്രാർത്ഥിച്ചവളാണ് മറിയം. നടപടി ഗ്രന്ഥം 1:12-14. ഇപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അവളോടും പ്രാർത്ഥിക്കാൻ കഴിയും, അവളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് ജപമാല. അങ്ങനെ ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാള്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ വരുന്ന ഒക്ടോബർ മാസം, ആ മാസം മുഴുവൻ ജപമാല മാസമായി ആചരിക്കുന്ന പതിവ് സവിശേഷമായിട്ടും പാശ്ചാത്യ സഭയിൽ ഉടലെടുത്തു. നമ്മുടെ നാട്ടിലെ പാശ്ചാത്യ സഭയിൽ മാത്രമല്ല, പൗരത്വ സഭകളിലും ഈ പാരമ്പര്യമുണ്ട്. ഞാൻ മരിയൻ ധ്യാനം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ദീർഘമായ മരിയൻ പ്രഭാഷണ പരമ്പര തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യം ഈ ജപമാലയുമായി ബന്ധപ്പെട്ട പൗരാണിക പാരമ്പര്യങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് സ്ഥിരമായി കാണണം എന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറിയത്തോടും പ്രാർത്ഥിക്കാം, മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കും പരിശുദ്ധാത്മ നിറവുണ്ടാകാനും ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളും നമ്മെക്കുറിച്ചുള്ള പദ്ധതികളും വേണ്ട വിധം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അമ്മയുടെ താങ്ങും തണലും നമുക്കുണ്ടാവുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.